Draw a hexagon of equal sides and unequal angles. അതായത് ഈക്വൽ സൈഡ്സും അൺഈക്വൽ ആംഗിൾസുമുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഹെക്സഗണിൻ്റെ സാമ്പിൾ ഡയഗ്രാം വരയ്ക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒറിജിനൽ ഹെക്സഗൺ വരയ്ക്കാം. ഇതിന് ABCDEF എന്ന് കൊടുക്കാം. ഈക്വൽ സൈഡ്സാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ഇതിൻ്റെ എല്ലാ സൈഡ്സും നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈഡ്, ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത്ത് കൊടുക്കാം. പക്ഷേ കൊടുക്കുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കണം, കാരണം ഈക്വൽ ആയിരിക്കണം. ഇനി ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആംഗിൾസ് അൺഈക്വൽ ആംഗിൾസാണ് വേണ്ടത്, അതായത് ഒരേ ആംഗിൾസ് കൊടുക്കരുത്. സോ ഞാൻ ഇവിടെ ആദ്യം 100 ഡിഗ്രിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ കൊടുക്കാം. ഞാനിവിടെ 100 ഡിഗ്രി കൊടുത്തു, ഇവിടെ 110 ഡിഗ്രി കൊടുത്തു, ഇവിടെ 120 ഡിഗ്രി കൊടുത്തു. ബാക്കിയുള്ള 3 ആംഗിൾസിൻ്റെ ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് ഈ പോളിഗണ് കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ഉള്ള സൈഡാണ്. സോ നമുക്കൊരു റൂളർ വെച്ചിട്ട് അതിൽ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി AF എന്ന സൈഡ് വരയ്ക്കാം. AF ABയിൽ നിന്നും 100 ഡിഗ്രി ആംഗിളിലാണ്, കൂടാതെ AF 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 100 ഡിഗ്രി ആംഗിളിൽ ABയിൽ നിന്നും മെഷർ ചെയ്യാം. അതിനു വേണ്ടി ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Aയിലും പ്രൊട്രാക്ടറിലെ 0 ABയിലും വരുന്ന വിധത്തിൽ വെച്ചിട്ട് 100 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 10, 20, 40, 50, 60, 80, 90, 100. 100 വരുന്നത് ഇവിടെയാണ്. സോ അവിടെ ഒരു പോയിൻ്റ് ഇടാം. എന്നിട്ട് ആ പോയിൻറ്റിൽ നിന്നും Aയിലേക്ക്, അതായത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച Aയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 100 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി. പക്ഷേ AF 5 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് 5 സെൻറ്റിമീറ്റർ കോമ്പസ് ലെങ്ത്ത് ABയിൽ നിന്നും മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Aയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈനായി. 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ആർക്ക് കട്ട് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് F എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ AF എന്ന സൈഡ് വരച്ചു. ഇനി നമുക്ക് FE എന്ന സൈഡ് വരയ്ക്കാം. FE എന്ന സൈഡ് AFയിൽ നിന്നും 110 ഡിഗ്രി ആംഗിളിലാണ്, കൂടാതെ FEക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുണ്ട്. സോ നമുക്ക് Fയിൽ നിന്നും, അതായത് AFയിൽ നിന്നും 110 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യണം. അതിനു വേണ്ടി ഒരു പ്രൊട്രാക്ടർ Fയിൽ വെക്കണം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Fയിലും പ്രൊട്രാക്ടറിലെ 0 AFയിലും വരുന്ന വിധത്തിൽ വെച്ചിട്ട് 110 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 80, 100. 110 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിൻറ്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച Fയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 110 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. ഇനി ഈ ലൈനിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മെഷർ ചെയ്യണം. 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് നമ്മൾ ABയിൽ നിന്നും കോമ്പസ് ലെങ്ത്ത് എടുത്ത് മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Fയിൽ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ കിട്ടും. ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിൻറ്റിന് E എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ഉള്ള EF എന്ന ലൈൻ കിട്ടി. ഇനി നമുക്ക് BC എന്ന സൈഡ് വരയ്ക്കാം. BC 120 ഡിഗ്രി ആംഗിളിലാണ് ABയിൽ നിന്നുള്ളത്, കൂടാതെ BCക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുണ്ട്. സോ നമുക്ക് Bയിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുക. അതിനു വേണ്ടി ഒരു പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Bയിലും പ്രൊട്രാക്ടറിലെ 0 ABയിലും വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 40, 80, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ആ പോയിൻറ്റിൽ ഒരു മാർക്ക് ഇടാം. ഈ പോയിൻറ്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് Bയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 120 ഡിഗ്രി ആംഗിളിലുള്ള ലൈനായി. പക്ഷേ BCക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് വേണ്ടത്. AB 5 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് കോമ്പസിൽ AB മെഷർ ചെയ്യാം, അതായത് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ Bയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈനായി. ഈ ലൈന് ആർക്ക് കട്ട് ചെയ്യുന്ന
പോയിൻറ്റിന് സി എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ഉള്ള ബി സി കിട്ടി. ഇനി നമുക്ക് ഇ ഡി എന്ന സൈഡും സി ഡി എന്ന സൈഡുമാണ് വരയ്ക്കേണ്ടത്. ഈ രണ്ട് സൈഡ്സും 5 സെൻറ്റിമീറ്റർ ലെങ്ത്താണ്. സോ നമുക്ക് കോമ്പസ് ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യണം. എ ബി 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എ ബിയിൽ നിന്നും നമുക്ക് 5 സെൻറ്റിമീറ്റർ കോമ്പസ് ലെങ്ത്ത് എടുക്കാം. എന്നിട്ട് ഇയിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്കിലെ ഏതൊരു പോയിൻറ്റിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്. കാരണം കോമ്പസ് ലെങ്ത്ത് നമ്മൾ 5 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ സിയിലും കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസ് ലെങ്ത്ത് ഇവിടെയും 5 സെൻറ്റിമീറ്റർ തന്നെയാണ്, നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ആർക്സും ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഡിയിൽ നിന്നും ഇയിലേക്കും സിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള അതായത് എല്ലാ സൈഡ്സും 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഹെക്സഗൺ കിട്ടി. കൂടാതെ ഇതിൻ്റെ എല്ലാ ആംഗിൾസും അൺഈക്വൽ ആണ്.